ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു കഫ്ലിക്സ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, ഇപ്പം എമ്പുരാൻ്റെ ഇഷ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അല്ലേ. അതായത് യാതൊരു അപ്ഡേറ്റ് ഇല്ല എന്നല്ല, ഇന്ന് ഇപ്പോൾ 1:30 കണ്ടില്ലേ പൃഥ്വിരാജ് സർപ്രൈസ് ആയിട്ട് ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ട്. വീണ്ടും ഒരു ഇത്രയും നാളും ഒരു പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരുന്നു, എല്ലാവരും കണ്ടു കാണും. അപ്പം എല്ലാവർക്കും ഒരു സംശയമാണ്, ഇപ്പൊ എന്ത് പറ്റി എമ്പുരാന് 27-ന് റിലീസ് പറഞ്ഞ്, പക്ഷെ ഇതുവരെ യാതൊരു അപ്ഡേറ്റും ഇല്ല. അങ്ങനെ അതായത് പടത്തിന് ഒരു ദിവസം മുമ്പ് ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റർ ഒക്കെ എല്ലാം കൂടെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി, പിന്നെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഡൗട്ട്, ഇതിപ്പോ എന്താണ് റിലീസ് മാറ്റോ അങ്ങനെയൊക്കെ ഒരു സംസാരത്തിന്റെ ഇടയിൽ പൃഥ്വിരാജ് അവിടെ നിന്ന് ഇന്നലെ വന്നു പുതിയൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്ന് 1:30 ഇന്ന് രാത്രി 1:30 രാവിലെ 1:30 1:30 AM ഇട്ടിട്ടുണ്ട്. 1:30 ആയിരുന്നല്ലേ, രാവിലെയാണ് കണ്ടത്. അപ്പോൾ അതൊക്കെയായിരുന്നു പ്രശ്നം. നമ്മുടെ ലൈക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്ഷൻ അവർ വന്നപ്പോൾ ഭയങ്കര ആഘോഷിച്ചൊക്കെയാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും പിന്നീട് അവർ ഓൾറെഡി പൊളിങ്ങി നിൽക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ ലൈക്കയുടെ ലേറ്റസ്റ്റ് പടങ്ങളെല്ലാം അവർ ഇറക്കിയ എമൗണ്ടിൽ നിന്ന് അവർ ആ ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം അതൊക്കെ ലാസ്റ്റ് ഇറങ്ങിയത്, ലാസ്റ്റ് സക്സസ് മീറ്റ് പറഞ്ഞിരുന്നത് ഇറങ്ങാൻ പോണത് വിടാമുയർച്ചയും പിന്നെ എമ്പുരാനും ആയിരുന്നതാണ്. അതിലിപ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമ എടുത്തത് തന്നെ വിടാമുയർച്ചി ഒരു സിനിമ അത്യാവശ്യം റെസ്പോൺസ് ഉണ്ടെങ്കിലും അതിന്റെ ഒരു പ്രോഫിറ്റ് വൈസും അതൊക്കെ ബാക്കി ബാക്കിയുള്ള സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പം വേട്ടയനുണ്ട്, PS2 PS1 വെച്ച് കമ്പയർ ചെയ്യുമ്പോ PS2 അറിയാലോ. പിന്നെ ചന്ദ്രമുഖി 2 എന്ന് പറഞ്ഞിട്ട് മറ്റേ ചന്ദ്രമുഖിയുടെ സെക്കൻഡ് പാർട്ട് ചന്ദ്രമുഖി 2 വരുമായിരുന്നു. അത് 2023 ആണെന്ന് തോന്നുന്നു. അങ്ങനെ അടുപ്പിച്ചെല്ലാം പൊട്ടലായിരുന്നു ലൈക്കയുടെ. അങ്ങനെ അവർക്ക് ഇപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് അവർക്കൊരു ഡൗട്ട്, അവർക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് വൈസ് അവർക്കൊന്നും ഇല്ല, ഒരു ലാഭമില്ല, ഒരു ഔട്ട്കം അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അത്രയും പൊട്ടി പൊളിങ്ങി കിടന്ന് അവരെ പിടിച്ച് എമ്പുരാന് കയറ്റാൻ പാടില്ലായിരുന്നു സത്യം പറഞ്ഞ. അങ്ങനെ പിന്നെ അവര് പറഞ്ഞ അവർക്ക് ഈ എമ്പുരാൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ 75 കോടി അവർ മുടക്കി 75 കോടി രൂപയും 10 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് തന്നാൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകാമെന്ന് ലൈക്ക് അത് ട്വീറ്റ് കണ്ടാണ്, മറ്റേ ഫോറം കേരളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് പിന്നെ അങ്ങനെ അതായിരുന്നു ഇത്രത്തെ പ്രശ്നം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നത്തിൽ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഇപ്പം ഒരു ഇത് ഒഫീഷ്യൽ അല്ല എന്നാലും എന്തുവാ ഗോകുലം പ്രൊഡക്ഷൻ ഹൗസ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള കേട്ടത് എന്താണ് റൂമറും ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഒഫീഷ്യൽ ഉടനെ വരുമായിരിക്കും. ഇപ്പം അറിയുന്ന വെച്ചിട്ട് ഇപ്പൊ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും കൂടെ ഗോകുലം ഗോപാലിന്റെ പ്രൊഡക്ഷൻ ഇതല്ല ഡിസ്ട്രിബ്യൂഷൻ ഇതും കൂടെ ചേർന്നിട്ടാണ് ഇപ്പം എമ്പുരാനായിട്ട് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഗോകുലം ഗോപാലൻ നമുക്കിപ്പം എന്താണ് ഇങ്ങനത്തെ മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മുടെ എമ്പുരാൻ. ആ ഒരു എമ്പുരാൻ ഇത്ര വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴത്തേക്കും അവതരിക്കാൻ മിക്കവാറും ഗോകുലം ഗോപാലൻ വരും. ഗോകുലം ഗോപാലന്റെ മുമ്പത്തെ സിനിമകളൊക്കെ നമുക്കെടുത്ത് നോക്കിയാൽ തന്നെ എല്ലാം സക്സസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ ഇത്രയും പൊട്ടൻഷ്യൽ ആശീർവാദിനോടുള്ള തന്നെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഗോകുലം ഗോപാലിൻ്റെത്. മുമ്പത്തെ സിനിമകൾ ഏതൊക്കെയായിരുന്നു? റൈഫിൾ ക്ലബ്ബ്, മഞ്ഞുമൽ ബോയ്സ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷനാണ്. റൈഫിൾ ക്ലബ്ബ് ഉണ്ട്, മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, ഐഡന്റിറ്റി. ഇതാണ് ഏറ്റവും അവസാനം ഇറങ്ങിയത്. ഈ വർഷം ഇറങ്ങിയതിന്റെ ഐഡന്റിറ്റിയാണ്. അപ്പം റൈഫിൾ ക്ലബ്ബ് ഈ വർഷമല്ലേ? കഴിഞ്ഞ വർഷമായിരുന്നു, മാർക്കോടെ കൂടെ ആയിരുന്നു. അപ്പം എമ്പുരാനെ മലയാള സിനിമയെ രക്ഷിക്കാൻ പിന്നെ നമ്മുടെ ഗോകുലം ഗോപാലൻ വരും എന്നാണ് ഇപ്പൊ കിട്ടിയൊരു റിപ്പോർട്ട്. അത് കൺഫേം ആയില്ല. അതേപോലെ പുള്ളി ഇവിടെ എടുത്ത് ഇറക്കിയ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത തമിഴ് സിനിമകളും അത് അങ്ങനെ നോക്കണെങ്കിൽ കങ്കുവയൊക്കെ അത്ര വലിയ വിജയമല്ല. കങ്കുവല്ല, പക്ഷെ ലിയോ പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇവിടെ. ജയിലർ പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇവിടെ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തുനിവ് പുള്ളിയുടെ അല്ലേ തന്നെ ഗോകുലം ഗോപാലിന്റെ ആയിരുന്നു തുനിവ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പിന്നെ ഒരുപാട് പണ്ടത്തെ സിനിമ എടുത്ത് നോക്കി ഐക്കോണിക് സിനിമകളായിട്ടുള്ള അതൊക്കെ പണ്ട് എന്റെ ഒരു ഇതില് പുള്ളി പണ്ട് ചരിത്ര സിനിമകളായിരുന്നു ഏറ്റവും കൂടുതൽ എടുത്ത് പ്രൊഡ്യൂസ് അങ്ങനത്തെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ പുള്ളി ഇപ്പൊ ട്രെൻഡ് മാറ്റി. പണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രമുണ്ട്. ഞാൻ ലാസ്റ്റ് മറ്റേ 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ട് അത് പുള്ളിയായിരുന്നു പ്രൊഡ്യൂസർ. 18ാം നൂറ്റാണ്ട് 18ാം നൂറ്റാണ്ട്
അപ്പോഴത്തേക്ക് സിജു സണ്ണിയുടെ മൂവി. അപ്പൊ പുള്ളി അങ്ങനത്തെ ടൈപ്പാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ മാറ്റി പിടിച്ച് ഇപ്പൊ ഇറങ്ങാൻ പോണ നൂറ്റാണ്ട് തന്നെ കേട്ടാ. അത് ഞാൻ ആലോചിക്കായിരുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ പുള്ളി ഇപ്പൊ ആ ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇപ്പൊ അതായത് ഏറ്റവും സക്സസ് ആയിട്ടുള്ള രംഗത്തുള്ള എല്ലാ ടൈപ്പ് സിനിമകളും പുള്ളി എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ എല്ലാം പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൽ പുള്ളി സക്സസ്സും ആണ് നല്ല രീതിയിൽ. ഇനിയിപ്പോ ഇറങ്ങാൻ പോണ സിനിമ കത്തനാര്, ഭവ, ദിലീപിന്റെ, ഇതൊക്കെയാണ് ഗോകുലം അടുത്ത സിനിമകൾ. അതൊക്കെ എമ്പുരാന് ശേഷം വരുന്ന മലയാളത്തെ വലിയ സിനിമകൾ തന്നെയാണ്. ബബുവല്ല, കത്തനാര്, അതായത് മൊത്തം 3D വലിയൊരു പ്രൊഡക്ഷൻസ് 3 വർഷത്തോളം. അപ്പോൾ നമുക്ക് ഗോപാലൻ തന്നെ മലയാള സിനിമയ്ക്കും എമ്പുരാന് വേണ്ടി തിരിച്ചു വരുമെന്നല്ല, ഇത് ഏറ്റെടുക്കും എന്നാണ്. മലയാളത്തിലെ ഏറ്റവും ചെറിയ പടത്തിന് പുള്ളി ചെറുതായിട്ടൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഒഫീഷ്യലായിട്ട് വന്നില്ല, ഉറപ്പുള്ള കാര്യമല്ല അത്. ഒഫീഷ്യലാവുമ്പോ ഉള്ള കാര്യമല്ല, എന്നാലും അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇത് ഒഫീഷ്യലായിട്ട് വരുമ്പോഴോ നമുക്ക് ഇനി കാണാം. പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അപ്പം അത് അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.